അനുവേ വളരെ സന്തോഷം. നമ്മുടെ നാട്ടുകാരനാണ്, കൊല്ലം ജില്ല അടൂര്, കൊല്ലം ജില്ല പത്തനംതിട്ട, സോറി, കൊട്ടാരക്കര നിന്ന് 16 കിലോമീറ്റർ. എൻ്റെ ഇവിടെ കൊട്ടാരക്കരയാണ്. അപ്പോൾ അനുവിനെ കണ്ടത് സന്തോഷം. കാര്യം ഞാൻ ഷായിച്ചേട്ടനെ ആദ്യം വിളിക്കുമ്പോൾ ഷായിച്ചേട്ടൻ ആദ്യം പറഞ്ഞ പേര് കിരൺ അനൂപ്, ഈ കോമ്പിനേഷൻ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അനുവിനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഷായിച്ചേട്ടൻ, അത് ഞാൻ വഴിയെ പറയാം. കിരണം പറഞ്ഞു ഇൻഡസ്ട്രിയിലേക്കുള്ള എത്രാമത്തെ വർഷമാണ്? ആക്ച്വലി ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയോട്ട് സീരിയല്ല ടോട്ടൽ പറയുകയാണെങ്കിലും ഓക്കെ, ലൈക്ക് ഒരു 4 years ആവുന്നു ഇപ്പോൾ. എക്സാക്ട്ലി ഒരു കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വരുന്നത്. വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിനോടുള്ള ഒരു പാഷൻ തന്നെയാണ്. ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. ഞാൻ എൻ്റെ ഒരു 2012-13 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഫിലിമിന് വേണ്ടിയിട്ട് കുറേ അലഞ്ഞിട്ടുണ്ട്. ഫിലിമിൽ എന്തെങ്കിലും കുറേ ചാൻസ് തേടിയും ഫിലിം റൈറ്റേഴ്സിൻ്റെ കൂടെയും ഫിലിമിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കൂടെ ഒക്കെ നടന്ന് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് ഞാൻ പുറകെ നടന്ന കുറേ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. അവരൊക്കെ ഇപ്പോൾ പല മൂവീസും ചെയ്യുന്നുണ്ട്, പല മൂവീസിൻ്റെയും സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു ലൈക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ജോബുമായിട്ടും ഫാമിലി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാനതങ്ങ് വിട്ടു. അതിനുശേഷം എന്തായാലും നമ്മുടെ പാഷൻ ഇങ്ങനെ ഉള്ളിൽ കിടക്കുമല്ലോ, മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. റീസൺ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുന്നത്, മനസ്സിലെപ്പോഴും ഇങ്ങനെ അഭിനയം കിടക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇത്രയും കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്, അന്ന് ചെയ്തവരൊക്കെ ഇപ്പം നല്ല നിലയിലൊക്കെ എത്തി വരുന്നു. അപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയേനെ. സൗദിയിൽ എന്ത് മേഖലയായിരുന്നു ജോലി? സൗദിയിൽ ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ ബൈ HR ആണ്. അതെ, HR ആണ്. ടോട്ടൽ ഒരു 8 to 9 years ഞാൻ HR ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. ലാസ്റ്റ് ഇൻഫോ പാർക്കിൽ, കാക്കനാട് ഇൻഫോ പാർക്കിൽ ഒരു ഫേമിലെ റിക്രൂട്ട്മെൻറ്റ് മാനേജറായിരുന്നു. അതിനുശേഷമാണ് ഞാൻ സൗദിക്ക് പോകുന്നത്. സൗദിയിൽ ഒരു ഫേമിൻ്റെ HR ഹെഡായിട്ട് വർക്ക് ചെയ്തു. ലൈക്ക് അറാംകോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു കോൺട്രാക്ടിങ് കമ്പനിയാണ്, ഇറാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടിങ് കമ്പനിയുണ്ട്, അതിൻ്റെ HR-ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഈ അന്ന് നമ്മൾ പ്രവാസികൾക്ക് അറിയായിരിക്കും, നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നോക്കുന്നുണ്ടേ നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനേ തോന്നില്ല, എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നിരുന്നെങ്കിൽ ചെറിയ ചാൻസെങ്കിലും കിട്ടിയാൽ. പക്ഷേ ലൈക്ക് എല്ലാവരെയും പോലെ തന്നെ പ്രവാസി ആയി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം, അവിടെ തന്നെ നിന്ന് സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെ കിടക്കുന്നതാണ്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ വൈഫിനും അറിയാം, വൈഫിനോടും പറഞ്ഞു. വൈഫ് ഞാൻ ഒരുമിച്ചായിരുന്നു അവിടെ സൗദിയിലുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് അറിയാം എൻ്റെ പാഷൻ ഇതായിരുന്നു എന്നറിയാം പുള്ളിക്കാരിക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതല്ല ആക്ച്വലി, ലൈക്ക് എന്നാലും ഉള്ളി ഇതുള്ളത് കൊണ്ട് നാട്ടിൽ നിന്ന് എങ്ങനെയും നാട്ടിൽ വന്ന് എന്തെങ്കിലും സെറ്റിൽ ചെയ്യാം, അപ്പോൾ ഇങ്ങനെ ചാൻസ് കിട്ടുകയാണെങ്കിൽ അഭിനയിക്കാം എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് നാട്ടിൽ വന്ന് നമ്മൾ സെറ്റിലാവുന്നത്. നാട്ടിൽ വന്ന് സെറ്റിലായി, ലൈക്ക് എന്താ പറയുക, ഇവിടെ വേറെ ഇതുപോലുള്ള ജോബുകൾ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ഓൺ കമ്പനി സ്റ്റാർട്ടായി നമ്മുടെ ടെക്നോ പാർക്കിൽ. അത് നമ്മുടെ കൊറോണ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം വൈൻഡപ്പായി. ആ ബിസിനസ്സും നമ്മൾ നിർത്തേണ്ടതായിട്ട് വന്നു, കുറേ ക്യാഷൊക്കെ ലോസായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കോണ്ടാക്ട്സ് ഒക്കെ നമ്മൾ ഒരു കുറേ വർഷമായില്ലേ, അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. അത്രയും നാളും വിളിക്കാതെ പിന്നെ വിളിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്? വിളിക്കാന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, അവർ നമ്മളെ ഇപ്പോൾ ഇത്രയും ഗ്യാപ്പായി, കോണ്ടാക്ട്സ് ഉണ്ടല്ലോ ഇവരുമായിട്ടും. പക്ഷെ ഞാൻ ചാൻസ് ചോദിച്ചൊന്നും ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ അവരെ ഉറപ്പ് വീണ്ടും ചാൻസ് ചോദിച്ചാൽ അങ്ങനെ പോകാനൊക്കെ ആയിട്ടുള്ളൊരു മടി, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിച്ചപ്പോഴാണ് നമുക്ക്, ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ പർപ്പസ്ഫുള്ളി എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എയിം ചെയ്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അല്ല ആക്ച്വലി പോയത്. ഞാൻ വണ്ണം എന്ന് പറഞ്ഞ മൂവിയിൽ, മമ്മൂട്ടിയുടെ മൂവിയിൽ SI ആയിട്ട് സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ വിളിച്ചതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ SI ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് കോൺസ്റ്റബിളിന്റെ യൂണിഫോം തന്നിട്ട് പറഞ്ഞു, എന്തായാലും കാക്കി തന്നു. SIയുടെ യൂണിഫോം ചോദിച്ചു, അത് പ്രൊഡ്യൂസറിന്റെ ആരും വരുന്നുണ്ട്, പുള്ളിക്കാരൻ ഇട്ടോളൂ, വന്നതല്ലേ വേണമെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഔദാര്യം. ഞാൻ നോക്കിയപ്പോ മമ്മൂക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. മമ്മൂക്കയെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിയും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. അറിയാലോ ഏത് മൂവിയാണ്, ബലൂൺ എന്നുള്ള മൂവിയിലൂടെ വന്നതാണ്. അതിനകത്ത് നായകൻ ഇപ്പൊ ഇല്ല, പക്ഷേ മമ്മൂക്ക എപ്പോഴും നായകനായിട്ടുണ്ട്. അപ്പൊ അത്രയൊന്നും ചിന്തിക്കുന്നില്ല ആ സമയത്ത്. അവിടെ ചെന്ന് ആകെ ഫസ്ട്രേറ്റഡ് ആയി പോയി. ലൈക്ക് അതൊരു കമ്പനിയുടെ ഓണറാണ്, റൈറ്റിംഗ് കമ്പനിയുടെ ഓണറാണ്. അത് വീട്ടിലെങ്കിലും വിടാൻ പറ്റില്ല, അതൊന്നും അവിടെ പോയിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും വന്നു, എന്നാ പിന്നെ 4 ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടിയൊക്കെ കാണാൻ പരിചയപ്പെടാം, കുറെ ആൾക്കാർ വരും. അപ്പൊ എന്തായാലും അതുവഴി ഒരു റീ എൻട്രി അല്ലെങ്കിൽ
പുതിയൊരു കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാമല്ലോ. സീരിയലൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ കേട്ടോ. പിന്നെ അന്ന് പലരും പറയും സീരിയലാണെങ്കിലും എന്ന് പറയുമെങ്കിലും സീരിയലൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമുക്കന്ന് അറിയാം, ലൊക്കേഷനിൽ പോയാൽ അറിയാം ഇവരൊന്നും വലിയ ആക്സസ് തരില്ല നമുക്ക്. പിന്നെ ആകെ ആക്സസ് അന്ന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള കണക്ഷൻസ് ആണ് അന്ന് അവിടെ കിട്ടിയത്. പിന്നെ അവിടെ വന്ന കോർഡിനേറ്റേഴ്സുമായിട്ടൊക്കെ കണക്ഷനായി. അങ്ങനെ ആ സിനിമ ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും പോലീസുകാരനായിട്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാം. ഞാൻ പറഞ്ഞില്ല, അതിന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ആറ്റയാൽ ജയൻചേട്ടനാണ് ഈ ഇതിനകത്ത് നമ്മളെ അന്ന് അവിടെ ചെന്ന് പരിചയപ്പെട്ടതിലുള്ള ഒരു കോർഡിനേറ്റർ. അപ്പോൾ പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ അടുത്തൊരു സിനിമയിലേക്ക് തന്നെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കോൺസ്റ്റബിളായിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടല്ല, എൻ്റെ ലക്ഷ്യം ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളതാണ്, നമ്മുടെ ആഗ്രഹം അതാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് കേൾക്കാനാണ് ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓഫ് കോഴ്സ് ഇനി കോളൊക്കെ വരുമ്പോൾ കൂടുതലും ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, അപ്പോൾ നീ തന്നെ പറഞ്ഞോളും, പറ്റില്ല എന്ന് പറഞ്ഞോളും. അങ്ങനെ പുള്ളി കുറച്ച് ട്രെയിനിങ് തന്നു എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അങ്ങനെ ആ ഒരു മൂവി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ വിളിച്ചിട്ട് തന്നെ അന്ന് അധികം ഞാൻ പറഞ്ഞില്ലേ കോൺടാക്ട്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മൂവിയും കൂടെ ചതുർമുഖം എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഡോക്ടറായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജസ്റ്റ് ഒരു പാസിങ് സാധനം, അതങ്ങനെ 2 മൂവി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ ടോട്ടലി. പക്ഷെ പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തു എന്നുള്ള ലേബിൾ വരും. സിനിമ അഭിനയിച്ചു അതാണ് നമ്മുടെ ആകെ ഒരു എക്സ്പീരിയൻസ്. അല്ല ജസ്റ്റ് ഒന്ന് പറയാതെ അല്ലേ, സിനിമയിൽ അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. സിനിമയിൽ അഭിനയിച്ചു എടുത്ത് പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് പറയാൻ വേണം. ഈ സൗദിയിലെന്ന് പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പ്രവാസികൾ GCC കൺട്രിയിലുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ 14 ജില്ലകളിലെ കാര്യങ്ങൾ ആദ്യം അറിയുന്നത്. അതുപോലല്ലേ മൊബൈൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം കിട്ടില്ല വെച്ചാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് വീട്ടിലെ കാര്യം പുറത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് വീട്ടിൽ ചെന്ന് നമ്മൾ കിടന്നുറങ്ങി. TV പോലും ആക്ച്വലി നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സൗദിയിലുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ദുബായിൽ എവിടെയാണെങ്കിലും പ്രവാസികൾക്ക് കുറെ കൂടെ ടൈം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ആക്ടിവിറ്റീസ് തീരെ കുറവാണ്. പിന്നെ ഓഫ് ഡേയ്സിൽ ലൈക്ക് ഈവനിങ് ആണെങ്കിൽ പോലും ഫോണിലാണ് കൂടുതൽ ജീവിതം ഉള്ളത്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈക്ക് ഫിലിമിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിരിക്കും. ഏത് മൂവി പെട്ടെന്ന് കിട്ടും, എവിടെ കിട്ടും. വൈഫൈ ഉണ്ടായതുകൊണ്ട് പിന്നെ ഓപ്ഷൻ വരുന്നില്ല. അപ്പം എങ്ങനെ മൂവി കാണാം, ആദ്യം എങ്ങനെ മൂവി കാണാം, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ട്രെൻഡിങ് സാധനങ്ങൾ. അനുവിന് ഇത് കഴിയുമ്പം ഒരു മെസ്സേജ് വരും, കറക്റ്റായിട്ട് നമ്മുടെ ഈ ഇൻബോക്സിൽ മെസ്സേജ് വരും, ലൈക്ക് അനൂപ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് പറയുമ്പോൾ ഇവിടെ ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ നോക്കും, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവന് ലൈക്ക് പിടിച്ച് കിടക്കാൻ പറയും. പുള്ളിയുടെ ഒരു ചെറിയൊരു സംസാരത്തിൽ വരുന്നൊരു സംഭവമാണ്, അത് ആരും എടുത്തിട്ട് ഇളക്കി മറിക്കാൻ പാടില്ല. ഈ പെൺകുട്ടികളായിട്ടൊക്കെ എങ്ങനെയാണ് സൗഹൃദമാണ് നമുക്ക് അങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരോടും സൗഹൃദമാണ്.